ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഊട്ടിയിൽ പൊറോട്ട കഴിച്ചിട്ടുണ്ടോ? അതും 11 മണിക്ക് ശേഷം കട്ട പോസ്റ്റ് ആക്കിയിട്ട് കിട്ടുന്ന ഒരു പൊറോട്ടയ്ക്ക് ഒരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാത്ത മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന പതിവ് എനിക്കുണ്ട്. അതും തമിഴ്നാട് സ്റ്റൈലിൽ തന്നെ നമ്മൾ കഴിക്കണം കേട്ടോ. അതും തമിഴ്നാട് പൊറോട്ട അങ്ങനെ തന്നെ കഴിക്കണം. മേലിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം ഇച്ചിരി കൂടിപ്പോയെന്നുള്ളൂ. അതൊക്കെ നമ്മൾ തുടച്ച് കഴിഞ്ഞ് ആ പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ. ആ നല്ല ചൂട് പൊറോട്ടയും അതിനും കൂടി നമുക്ക് ഗ്രേവിയും കൂടി തന്നു. കാരണം 11 മണി ആയതുകൊണ്ട് തന്നെ ചിക്കൻ 65 ഉണ്ട്. ഇച്ചിരി വെയിറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഗ്രേവിയിലും എനിക്കൊരു ചിക്കൻ പീസ് കിട്ടി കേട്ടോ. ഒരു പൊറോട്ട എടുത്ത് മുക്കിയപ്പോഴേക്ക് ചൂട് കാരണം ഞാൻ ആ ഗ്രേവിയിൽ തന്നെ എൻ്റെ പൊറോട്ട അങ്ങ് ഇട്ടു. അപ്പോഴേക്കും ആ ഗ്രേവിയും കൂട്ടി ഞാൻ ഒരു പൊറോട്ട കംപ്ലീറ്റ് ആക്കി, അതറിയും. എന്നിട്ട് നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ മുട്ടക്കലക്കിയില്ലേ, അതെൻ്റെ ഫേവററ്റ് ഒരു സാധനം കേട്ടോ. അതിൽ കുരുമുളകിൻ്റെ ആ മണമൊക്കെ ഉണ്ടല്ലോ, അതിൽ എത്ര വേണമെങ്കിലും ഞാൻ കഴിക്കും. അതിലും നമ്മൾ പൊറോട്ടയുടെ ഒരു ചെറിയ പീസ് എടുത്ത് ആ മുട്ടക്കലക്കിയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കണം. പറയുമ്പോൾ തന്നെ എൻ്റെ നാക്കിൽ ഇപ്പോഴും കൊതി വരുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മൾ ചിക്കൻ 65 വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്കൊരു വാഴ നാരങ്ങയാണ് കിട്ടിയത്. പക്ഷെ നമ്മൾ ചിക്കൻ 65 ഇച്ചിരി നാരങ്ങ നീരൊക്കെ ഒഴിക്കണമല്ലോ, അതല്ലേ നമ്മുടെയൊക്കെ ഒരു ഇത്. അപ്പോൾ നമ്മൾ കിട്ടി ചിക്കൻ 65 ചൂടാണോ തണുത്തതാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. വിശപ്പ് കാരണം ഒരു പീസ് എടുത്ത് വായിലങ്ങ് ഇട്ടു. നല്ല ചൂടായിരുന്നു. വീട്ടിലാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് തിരിച്ച് തുപ്പിയാണ്. ഇത് ഹോട്ടലാണ്, ഓൾറെഡി അതങ്ങ് അകത്താക്കി. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് കഴിച്ചതൊക്കെ ഇറങ്ങണ്ടേ, അതിന് വേണ്ടി നമ്മളൊരു ബദാം ഷേക്കും കൂടി ഓർഡർ ചെയ്തു. അപ്പം സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ.